സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ എക്സാം ആണ്. പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ്. ഡെറാഡൂൺ. ഇന്ത്യയിൽ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തീയതി 1950 ജനുവരി 24. തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22. ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം നടന്നതും 1950 ജനുവരി 24 ആണ്. അടുത്ത ചോദ്യം, ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആര്? ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല? ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല കണ്ണൂർ. ദ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ദ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? RK ലക്ഷ്മൺ. ഓപ്ഷൻ ഡി RK ലക്ഷ്മൺ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ്. ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. കുമരകം പക്ഷി സങ്കേതം കോട്ടയം, കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. ചോദ്യം, ശരിയായത് ഏതെല്ലാം എന്നാണ്. ശരിയായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3, 4. 4 ശരിയാണ്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മംഗളവനം എറണാകുളത്താണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാടാണ്. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം? പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സംക്ഷേപ വേദാർത്ഥം. സമയത്തിൻ്റെ SI യൂണിറ്റ്? സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്. രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? രക്തസാക്ഷി ദിനം ജനുവരി 30 ആണ്. ജനുവരി 30. ഇന്ത്യൻ ഭരണഘടന കൂട്ടുത്തരവാദിത്തം എന്ന ആശയം എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന കൂട്ടുത്തരവാദിത്തം എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ആസ്ഥാനമാണ് തൃശ്ശൂർ അല്ലാത്തത്? തൃശ്ശൂരിൽ ആസ്ഥാനം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു. കേരള സാഹിത്യ അക്കാദമി, കേരള പ്രസ് അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിത കലാ അക്കാദമി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേരള പ്രസ് അക്കാദമിയാണ്. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചിയാണ്. കൊച്ചി.
കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി. ഇവയുടെ എല്ലാ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പഞ്ചായത്ത് രാജ് ഭരണഘടന സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗ്വി കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ഇപ്പോൾ ആചരിക്കുന്നത് ഏപ്രിൽ 24-ാം തീയതിയാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗ്വി കമ്മിറ്റി ശരിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റി ശരിയാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഏപ്രിൽ 24. ചുവടെ പറയുന്ന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ പ്രസ്തുത പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്നിവയിൽ തെറ്റായത് ഏത്? തന്നിരിക്കുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ. വയസ്സ് 35 വയസ്സ്. രാജ്യസഭാംഗം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ 30 വയസ്സ്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോകസഭാംഗം 25 വയസ്സ്. പഞ്ചായത്ത് അംഗം 18 വയസ്സ്. ഇതിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? സംഖ്യ. PC മഹലനോബിസ് ആണ് സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. PC മഹലനോബിസ്. 86ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏത്? 86ാമത്തെ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ ഏവ? ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ടെറ്റനസ്, സിഫിലിസ്, മീസിൽസ്, ടൈഫോയിഡ് എന്നിവയാണ്. ഇതിൽ ബാക്ടീരിയ രോഗങ്ങൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4 എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ടെറ്റനസ്, സിഫിലിസ്, ടൈഫോയിഡ് എന്നിവയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. മീസിൽസ് വൈറസ് രോഗമാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം. ദുൽഹസ്തി പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ചനാബ് നദിയിലാണ്. ചോദ്യം, ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? രവി നദിയാണ്. ശരിയാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം. ശരിയാണ്. ദുൽഹസ്തി പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ചനാബ് നദിയിലാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളം. വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം? വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981. 1981. ചുവടെ പറയുന്ന വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിൽ അവസ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്നത് ചെന്തരുണി, ചിമ്മിനി, കുറിഞ്ഞിമല, കൊട്ടിയൂർ എന്നിവയാണ്. ഇവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളായിട്ട് ശരിയായിട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ്. കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലാണ്. കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിലാണ്. ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം.
ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂരാണ്. കുറിഞ്ഞിമല ഇടുക്കിയാണ്. കൊട്ടിയൂർ കണ്ണൂർ. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. നിള അല്ലെങ്കിൽ പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. മഞ്ഞ് നദി അഥവാ മൂരാട് പുഴ എന്നെല്ലാം അറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴ. ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. നിള അല്ലെങ്കിൽ പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ, തലയാർ പാമ്പാർ, മഞ്ഞ് നദി അഥവാ മൂരാട് പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം 1924. 1924. ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസം ഏതാണ്? ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. ഓപ്ഷൻ ബി മൺസൂൺ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. UNDPയുടെ ആഹ്വാനം അനുസരിച്ച് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയ വർഷം 1989. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ വർഷം 1987 ജൂലൈ 11. ഓപ്ഷൻ ഡി ഇവ എല്ലാം ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം ശരിയാണ്. ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 11 ശരിയാണ്. UNDPയുടെ ആഹ്വാനം അനുസരിച്ച് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയ വർഷം 1989 ശരിയാണ്. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ വർഷം 1987 ജൂലൈ 11 ശരിയാണ്. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? പത്രത്തിന്റെ പേര് കർമ്മയോഗി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അരവിന്ദ് ഘോഷ് ആണ്. ഓപ്ഷൻ ഡി അരവിന്ദ് ഘോഷ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് വൈദേശിക ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ഡച്ചുകാരാണ്. ഡച്ചുകാരെയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ സഹകരണത്തോടെ ഏത് രാജ്യത്ത് നിലവിൽ വന്ന ജലവൈദ്യുത പദ്ധതിയാണ് താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഭൂട്ടാനിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഭൂട്ടാൻ. ഏത് ദേശീയ പാതയാണ് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നുകൂടി അറിയപ്പെടുന്നത്? ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നുകൂടി അറിയപ്പെടുന്ന ദേശീയ പാത ഏതാണ്? NH4 ആണ്. ഓപ്ഷൻ എ NH4. ലോക റാബീസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക റാബീസ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 28 സെപ്റ്റംബർ 28. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. ഓപ്ഷൻ ബി പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന മർദ്ദമേഖല ചുവടെ പറയുന്നവയിൽ ഏതാണ്?
ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഓപ്ഷൻ എ ആണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന മർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിത്തുണി വ്യവസായമാണ്. പരുത്തിത്തുണി വ്യവസായം. ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം സിവിൽ ആജ്ഞാലംഘനമാണ്. സിവിൽ ആജ്ഞാലംഘനം. റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ആര്? ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ആര്? ഷൈനി വിൽസൺ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഷൈനി വിൽസൺ. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? അയർലൻഡ്. ഓപ്ഷൻ ബി അയർലൻഡ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗ് ആണ്. ഓപ്ഷൻ സി ഭഗത് സിംഗ്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് 212 ആണ്. ഓപ്ഷൻ ബി 212. നൃത്തം ചെയ്യുന്ന ദേവത എന്നറിയപ്പെടുന്നത്. നൃത്തം ചെയ്യുന്ന ദേവത എന്നറിയപ്പെടുന്നത് തെയ്യമാണ്. തെയ്യം. ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം. ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ച വർഷം 1947 ആണ്. 1947. വാതകങ്ങളിലെ താപപ്രസരണ രീതി ഏത്? വാതകങ്ങളിലെ താപപ്രസരണ രീതി സംവഹനമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സംവഹനം. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവ ഏത് അവകാശത്തിൻ്റെ ഭാഗമാണ്? ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവ ഏത് അവകാശത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. ഓപ്ഷൻ ബി. ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് എന്ത്? ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ. താഴെ പറയുന്നവയിൽ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. ഭരണഘടന പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗം അല്ലാത്തത് ഉപരാഷ്ട്രപതിയാണ്. ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? 22 ദിവസമാണ്. ഓപ്ഷൻ എ 22 ദിവസം. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 കുളച്ചൽ യുദ്ധം 1741. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത്. സർവവിദ്യാധിരാജൻ ചട്ടമ്പി സ്വാമികൾ. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമേത്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം
സെറിബ്രമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സെറിബ്രം. ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യം ശിവം സുന്ദരം എന്നാണ്. ഓപ്ഷൻ സി, സത്യം ശിവം സുന്ദരം. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഓപ്ഷൻ ഡി, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പന്നിയൂർ വൺ എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിൻ്റെ സങ്കരയിനമാണ്? പന്നിയൂർ വൺ കുരുമുളകാണ്. കുരുമുളക്. ഇന്ത്യയുടെ തദ്ദേശീയമായ കോവിഡ്-19 വാക്സിൻ ഏത്? ഇന്ത്യയുടെ തദ്ദേശീയമായ കോവിഡ്-19 വാക്സിനാണ് കോവാക്സിൻ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല? കാസർഗോഡ് ജില്ലയാണ് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല, കാസർഗോഡ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഗോവ. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഗോവ. ലോക ക്ഷയരോഗ ദിനം? ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 മാർച്ച് 24. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി? സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? 2008 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. 2008. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം? തിരുവനന്തപുരം. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാംഗോ ഷവർ. ഓപ്ഷൻ എ ആണ് ഉത്തരം, മാംഗോ ഷവർ. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര്? സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര് സൈലന്റ് വാലി. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? സാമ്പത്തിക ആസൂത്രണം റഷ്യയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, റഷ്യ. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് ജൂലൈ 1, 2024. ജൂലൈ 1, 2024. കായിക കേരളത്തിന്റെ പിതാവ്? ഗോദവർമ്മ രാജ. കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജ. കേരളത്തിന്റെ ഏക കന്യാവനം ഏത്? കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി വിവരങ്ങൾ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേര്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി വിവരങ്ങൾ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ? ഓപ്ഷൻ ബി ആണ് സുലേഖ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷൻ ആയി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചത് ഏത് തുറമുഖത്തിനാണ്? വിഴിഞ്ഞം തുറമുഖത്തിനാണ്. ഓപ്ഷൻ സി, വിഴിഞ്ഞം. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം എന്താണ്? ഓപ്ഷൻ സി ആണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ബർഡ് സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുകുളം. കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ബർഡ് സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുകുളം.
മഞ്ഞ് എന്ന നോവൽ എഴുതിയതാര്? മഞ്ഞ് MT വാസുദേവൻ നായർ. ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. ഭാരതരത്ന അവാർഡ് നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഭാരതരത്ന അവാർഡ് നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് ധോണ്ടു പന്ത്? ധോണ്ടു പന്ത് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമമാണ്. ഓപ്ഷൻ ബി നാനാ സാഹിബ്. ഏത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭരണഘടനയാണ് കവനന്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്? കവനന്റ് സർവ്വരാജ്യ സഖ്യമാണ്. ഓപ്ഷൻ എ സർവ്വരാജ്യ സഖ്യം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭാഷ തെലുങ്ക്. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം? ഭഗത് സിംഗ് ചൗക്ക് ലാഹോറിലാണ്. ഓപ്ഷൻ എ ലാഹോർ. തഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? തഷ്കന്റ് പ്രഖ്യാപനം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ഓപ്ഷൻ ബി ആണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന വനങ്ങൾ? പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ പർവ്വത മിത ശീതോഷ്ണ ചോലവനങ്ങളാണ്. പർവ്വത മിത ശീതോഷ്ണ ചോലവനങ്ങൾ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മുംബൈ. മലനാട് ഇല്ലാത്ത ജില്ല? ഓപ്ഷൻ സി ആലപ്പുഴ. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം? പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2235 ചതുരശ്ര കിലോമീറ്റർ. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം? ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. ഓപ്ഷൻ സി പൂക്കോട് തടാകം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ്. നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥൻ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ്. നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. ആണവ നിലയങ്ങൾ സംസ്ഥാനങ്ങൾ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. കൈഗ ആണവ നിലയം കർണാടക. നറോറ ആണവ നിലയം ഉത്തർപ്രദേശ്. കൽപ്പാക്കം തമിഴ്നാട്. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. നറോറ ആണവ നിലയം ഉത്തർപ്രദേശാണ്. കൽപ്പാക്കം തമിഴ്നാടാണ്. അടുത്ത ചോദ്യം. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് ആഹാരത്തിൽ നിന്നും പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ഈ ഭാഗത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻ സി ആണ് വില്ലസ്ലുകളാണ്. വില്ലസ്ലുകൾ. നിശാന്തത ഒരു അപര്യാപ്തത രോഗമാണ് എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നു.
കേരളത്തിൽ ആദ്യമായി തക്കാളി ഗ്രാമം പദ്ധതി നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്ത് ആനാട് ഗ്രാമപഞ്ചായത്താണ്. ആനാട് ഗ്രാമപഞ്ചായത്ത്. സൗരയൂഥത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ബലം ഗുരുത്വാകർഷണ ബലം. ഓപ്ഷൻ ബി ഗുരുത്വാകർഷണ ബലം. ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ ആദ്യം മിന്നൽ ദൃശ്യമാവുകയും തുടർന്ന് ഇടിശബ്ദം കേൾക്കുകയും ചെയ്യുന്നതിന് കാരണം പ്രകാശത്തിന് ശബ്ദത്തേക്കാൾ വേഗതയുണ്ട്. ഇന്ത്യയിലെ ആദ്യ അക്ഷര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യ അക്ഷര നഗരം കോട്ടയം. ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. ഓപ്ഷൻ എ ജാർഖണ്ഡ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.